നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനുവരി 2026 കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഇതില് ജോലി, പണം, ബിസിനസ്, പ്രണയം, വിവാഹം, ആരോഗ്യം, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ, ഭാഗ്യം കൂടിയ സമയങ്ങൾ, ഇവയെല്ലാം ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം കന്നിരാശിക്കാർക്ക് ഈ മാസം ക്രമവും പ്ലാനിങ്ങും ഫലം തരുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മുൻപ് ചെയ്ത ശ്രമങ്ങൾ ഇപ്പോൾ പതുക്കെ റിസൾട്ട് കാണാൻ തുടങ്ങും. അതിൽ അൺഫിനിഷ്ഡ് വർക്ക്, പെൻഡിങ് ഡിസിഷൻസ്, ഡിലേഡ് മാറ്റേഴ്സ്, ഇവയെല്ലാം ഈ ഒരു മാസം ക്ലിയർ ഡയറക്ഷനിലേക്ക് മാറിക്കിട്ടും. പക്ഷേ ഒന്ന് ഓർക്കണം, ഓവർ തിങ്കിങ് പാടില്ല, അത് കുറയ്ക്കണം കേട്ടോ. അതുപോലെ തന്നെ ജോലി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന കന്നി രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് റെക്കഗ്നൈസേഷൻ കിട്ടുന്ന ഒരു മാസമാണ്. അതിൽ അക്യുറസി, ഡെഡിക്കേഷൻ, റെസ്പോൺസിബിലിറ്റി, ഇവയെല്ലാം നിങ്ങളുടെ ശക്തികളാക്കും. ഹെൽത്ത് കെയർ, അക്കൗണ്ടിങ്, ടീച്ചിങ്, IT പ്രൊഫഷൻസ്, ഇവയിലുള്ളവർക്ക് ഈ മാസം വളരെ അനുകൂല്യമായിട്ടാണ് കാണുന്നത്. ജോബ് ചേഞ്ച് ആലോചിക്കുന്നവർ ജനുവരി 14 ശേഷം സ്ലോ ബട്ട് ഷുവർ പ്രോസസ് കാണും. ധനം, സാമ്പത്തികം, ഈ ഒരു സൈഡ് നോക്കുമ്പോൾ സാമ്പത്തികമായി കന്നി രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് കൺട്രോൾഡ് ഇംപ്രൂവ്മെന്റ് ആണ് കാണുന്നത്. ബഡ്ജറ്റ് പ്ലാനിങ്, സേവിങ്സ് ഡിസിപ്ലിൻ, ഇവയെല്ലാം നല്ല ഫലം തരും. പക്ഷേ മെഡിക്കൽ എക്സ്പെൻസസ്, വർക്ക് റിലേറ്റഡ് എക്സ്പെൻസസ്, ഇവയെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. ജനുവരി 20 ശേഷം ഫിനാൻഷ്യൽ ക്ലാരിറ്റി കിട്ടും. പ്രണയം, വിവാഹം, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള കന്നി രാശിക്കാർക്ക് ജനുവരി 2026 അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമായ ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഇതിൽ പാർട്ട്ണറിന് കെയറിങ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കൊടുക്കുക. ബന്ധം ശക്തമാകും. പക്ഷേ കോൺസ്റ്റന്റ് കറക്ഷൻ, ഫാൾട്ട് ഫൈൻഡിങ്, ഇതൊക്കെ ചെയ്താൽ ബന്ധത്തിൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിന്റെ പ്രപ്പോസൽ വരാൻ ജനുവരി 19 ശേഷം സാധ്യതയുണ്ട്. സിംഗിൾ ആയിട്ടുള്ള കന്യരാശിക്കാർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ പ്രണയത്തിലേക്ക് മാറാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായി കന്യരാശിക്കാർക്ക് ജനുവരി എന്ന് പറയുന്ന മാസം ഡൈജഷൻ, അതുപോലെ സ്കിൻ ഇഷ്യൂസ്, ആൻസൈറ്റി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം ക്രമമായിട്ട് കഴിക്കുക, അതുപോലെ നല്ല ഉറക്കം, അതുപോലെ മെഡിറ്റേഷൻ, ഇവയെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനർജി ആയിട്ടുള്ളൊരു മാസമായിരിക്കും ജനുവരി മാസം. ഭാഗ്യ ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്കി ഡേയ്സ് എന്ന് പറയുന്നത് ജനുവരി 5, 9, 16, 24 എന്നീ ദിവസങ്ങളാണ്. കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ദിവസം ജനുവരി 12, 18, 27 എന്നീ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഓവർ തിങ്കിങ് പാടില്ല. ക്രിട്ടിക്കലായിട്ടുള്ള കോൺവെർസേഷൻസ് എല്ലാം ഒഴിവാക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഞാനൊരു ചെറിയൊരു പരിഹാരം പറഞ്ഞുതരാം ഈ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ദിവസങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട്. ബുധനാഴ്ച ദിവസം പച്ച തിരിയിട്ട ദീപം കത്തിച്ചതിന് ശേഷം ഓം ബുധായ നമ എന്ന് 11 പ്രാവശ്യം ജപിക്കുക. ഇത് മെന്റൽ ക്ലാരിറ്റി ഉണ്ടാകാനും സ്ട്രെസ് റെഡ്യൂസ് ആകാനും ഫോക്കസ് ഇംപ്രൂവ്മെന്റ് ആകാനും സഹായിക്കും. കന്നിരാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ക്രമവും ആത്മവിശ്വാസവും വളരുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ പെർഫെക്ഷന്റെ പിന്നാലെ അധികം ഓടരുത്. അങ്ങനെ ചെയ്താൽ, അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ മാസം ജീവിതത്തിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ബേസ് കിട്ടും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫെബ്രുവരിയുടെ പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും. നന്ദി.